ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂക്ക വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും ബോളിവുഡിലുമൊക്കെ മമ്മൂക്ക വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. ഡൊമിനിക് എന്ന മമ്മൂക്ക ചിത്രത്തിലെ അഭിനയമാണ് ഏറെയും പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. പ്രേക്ഷകരെ മാത്രമല്ല, മുൻനിരയിലുള്ള ഡയറക്ടേഴ്സും അവിടുത്തെ സിനിമാ താരങ്ങളും സിനിമാ നിരൂപകരുമെല്ലാം ഇന്ന് മമ്മൂക്കയെ അദ്ദേഹത്തിൻ്റെ ഡൊമിനിക്കിലെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണ്. ഇൻവിസിബിൾ പെർഫോമൻസ് എന്നാണ് പ്രമുഖ ടീമുകൾ എല്ലാം തന്നെ അവിടെ പറയുന്നത്. വമ്പൻ ചാനലുകൾ, അതായത് തെലുങ്കിലും തമിഴിലെയൊക്കെ വമ്പൻ ചാനലുകൾ ഈ സിനിമ കണ്ടിട്ട് പറയുന്ന കാര്യവും അത് തന്നെയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ്, ചില കാര്യങ്ങളിൽ മമ്മൂക്ക ചെയ്യുമ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ഡൊമിനിക് എന്ന ഡിക്റ്റേറ്റീവ് ചെയ്യുന്നത് കറക്റ്റല്ല, 20% വിജയിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അത് ഒരിക്കൽ പോലും സ്ക്രീനിൽ ഒരു ഡയലോഗോ ഒരു കാര്യത്തിലൂടെ പറയുന്നില്ല. പക്ഷേ മമ്മൂക്കയുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അവർ തന്നെ വിലയിരുത്തുന്നത്. കാർത്തിക് സുബ്രാജ് ഈ ഒരു സിനിമയെക്കുറിച്ച് അതിഗംഭീരമായിട്ടുള്ള വർത്തമാനം അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഒരു സിനിമയെക്കുറിച്ച് നല്ല വാക്കുകളാണ് കേൾക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ബെസ്റ്റ് വിഷസ് മമ്മൂക്കയ്ക്കും അതേപോലെ ഗൗതം വാസുദേവ് മേനോനും എന്ന് പറയുന്നു. ഈ ഒരു സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹം ഒഫീഷ്യൽ പേജിലൂടെ പുറത്ത് വിട്ടിരിക്കുന്നത്. അതായത് മമ്മൂക്ക ചെയ്യുന്ന വേഷങ്ങൾ സമീപകാലത്ത് ചൂടൻ ചർച്ച തന്നെയാണ് ഹോളിവുഡിലും ബോളിവുഡിലും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മലയാളികളായ നമ്മൾ, ഞാനടക്കം നിങ്ങളടക്കമുള്ള മിക്ക ആളുകളുടെയും ആസ്വാദന നിലവാരം വളരെ ഇടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എല്ലാവരും 100 കോടി 50 കോടി എന്ന് പറയുകയും അതുപോലെ ഇടിച്ചാൽ തെറിച്ചു പോകുന്ന പഴയ തെലുങ്ക് സിനിമകളുടെ പാതയിലേക്കാണ് നമ്മളുടെ കണ്ണുകൾ പോകുന്നത്. മികച്ച പെർഫോമൻസ് കാണാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ്. ആളുകൾക്കെല്ലാം വേണ്ടത് 100ഉം 500ഉം കോടിയെന്ന് എഴുതുന്ന ആ ഒരു ബോർഡാണ്. അതിനകത്തിൽ സിനിമ നല്ലതോ ചീത്തയോ എന്നൊന്നുമില്ല. എല്ലാവർക്കും അടിപൊളി ഫാസ്റ്റ് ഫുഡ് മോഡലിലുള്ള സിനിമകളാണ് എല്ലാവർക്കും വേണ്ടത്. ഇവിടെ ഈ ഒരു സിനിമയെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു സിനിമ ഇതുവരെ കണ്ട മഹത്തായ സിനിമയാണെന്നോ ഇതൊരു 100 കോടിക്ക് പോകുന്ന സിനിമയാണെന്നില്ല. അത് സാധാരണ സിനിമ, കണ്ടിരിക്കാം, ഒരു ആവറേജ് എബോ ആവറേജ് എന്ന ലെവലിൽ മാത്രം കാണുന്ന സിനിമ. പക്ഷേ ഈ സിനിമ ഒരു വലിയ തരംഗമായി മാറുന്നത് മമ്മൂട്ടി എന്ന നടൻ്റെ പെർഫോമൻസ് ഒന്നുകൊണ്ട് തന്നെയാണ് എടുത്തു പറയാം. അതായത് എത്രത്തോളം അഭിനയത്തിനെ നമുക്ക് രാഗി മിനുക്കാൻ പറ്റുന്നു അത് തന്നെയാണ് മമ്മൂട്ടി കാണിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടാകാം മമ്മൂട്ടിയുടെ അഭിനയത്തെക്കുറിച്ച്. പക്ഷേ ഒരു കാര്യം എടുത്തു നോക്കിയാൽ അറിയാം, തുടക്കകാലം മുതൽ ഇങ്ങോട്ട് മമ്മൂട്ടി മാറി മികച്ച രീതിയിലുള്ള പെർഫോമൻസ് വരികയാണ്. ഒരിക്കൽ പോലും നമുക്ക് വിൻറ്റേജ് മമ്മൂട്ടിയെ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം മമ്മൂട്ടി എന്ന നടൻ ഓരോ ടൈമിലും വ്യത്യസ്തത പുലർത്തി അഭിനയത്തോട് നല്ല ലെവലിൽ ഒരു ആത്മാർത്ഥത കാണിച്ച് മുന്നോട്ട് പോകുന്നത് കാണാം. ഇന്ന് ഏത് യൂത്തിൻ്റെയും കൂടെ നിന്ന് ഇടിച്ചു നിൽക്കുന്ന ഏക നടൻ മമ്മൂട്ടി തന്നെയാണ്. വലിയ ബാനറുകളും വലിയ ബ്രാൻഡുകളും പറഞ്ഞ് ആരാധകർ തന്നെ ഉള്ളിലുണ്ടാക്കുന്ന ആ ഒരു ചില്ലുകൂട്ടിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല മമ്മൂട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പറയുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു തെലുങ്കിലെയും തമിഴിലെയുമൊക്കെ വലിയ ചാനലുകളായ ഗലാട്ട പ്ലസ് പോലെയുള്ള ചാനലുകളിൽ അവർ വാതോരാതെ സംസാരിക്കുന്നു മമ്മൂക്കയുടെ പെർഫോമൻസ്. ഗൗതം വാസുദേവ് മേനോൻ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കുഞ്ഞൻ ചിത്രത്തിൽ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു മമ്മൂക്ക എന്നുള്ളതാണ്. ബോളിവുഡിൽ ചർച്ചയാണ്. അത് ആദ്യമോ അല്ലെങ്കിൽ പുതുമയോ ഉള്ള കാര്യമല്ല. അത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഒന്നും വേണ്ട, കഴിഞ്ഞ വർഷം എടുത്തു നോക്കിയാൽ മമ്മൂക്ക ചെയ്തിരിക്കുന്ന ഓരോ വേഷത്തെയും എങ്ങനെ അദ്ദേഹം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു സിനിമകൾ എന്നുള്ള ചോദ്യം വരെ അവിടെ വലിയ രീതിയിൽ റൗണ്ട് ടേബിളിൽ നിന്ന് ഉള്ള ചർച്ചകൾ തന്നെയായിരുന്നു. വീണ്ടും അവരെ ഞെട്ടിക്കുകയാണ്. ഈ മനുഷ്യൻ ഇതെന്ത് ഭാവിച്ചാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. അതെ, അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ളതാണ്, പുതുമ തേടുന്നതാണ്. ഓരോ തവണ ചെയ്യുന്ന ക്യാരക്ടറിൽ നിന്ന് സിമിലർ ക്യാരക്ടർ പോലെയുള്ളതാണെങ്കിലും വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്. ഒരു നടൻ എന്താണ്, എങ്ങനെയാകണം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നൊരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നു, അതേ തരത്തിലേക്ക് പോകുന്നു മമ്മൂട്ടി. വ്യത്യസ്തത പുലർത്തുന്നു ഓരോ ക്യാരക്ടറിൽ നിന്നും, ബോഡി ലാംഗ്വേജിലാണേലും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ മാനറിസങ്ങളാണേലും. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഫേഷ്യൽ എക്സ്പ്രഷനിൽ മമ്മൂട്ടിയെ വെല്ലാൻ ഇന്ത്യൻ സിനിമയിൽ ഇന്നും ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. പല കുഞ്ഞുങ്ങളും ഈ പറഞ്ഞ പോലെ ഇതിനിടയിൽ കിടന്ന് ഓവർ ആക്ടിങ് എന്നൊക്കെ പറയും. ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാൻ കഴിയും. തിലകൻ്റെ അഭിനയം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെയാണ് തിലകൻ കൂടുതൽ കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ മലയാളത്തിൽ മറ്റൊരു നടൻ മോഹൻലാലും അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലായിട്ടുള്ള സിനിമകളും. എന്ന് അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്നു അന്നാണ് സിനിമകളുടെ മാറ്റം വരുന്നത്. ഇന്നത്തെ തലമുറയെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർ കാണുന്ന അല്ലെങ്കിൽ അവരുടെ രീതികളും അങ്ങനെയായിരിക്കാം, അടി വെട്ടുകുത്തൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ കൂടുതലും പത്രങ്ങളിലുമൊക്കെ കാണുമ്പോൾ ഉള്ള വാർത്തകളും അതേ രീതിയിൽ തന്നെ കാണുന്നത്. ഇവിടെ നല്ല ഒരു സിനിമ എന്നുള്ള അവകാശവാദം മാത്രമാണ്. അതിലുപരി മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടി എന്നുള്ള അവകാശവാദം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക്. ഗോകുൽ സുരേഷ് മമ്മൂട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് ആ ഒരു യുവ താരം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് ഏറെ പ്രശംസ നമ്മൾ നൽകുന്നത്. കാരണം മമ്മൂട്ടി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്, അദ്ദേഹം അഭിനയത്തിൽ രാഗി മിനിങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗോകുൽ സുരേഷ് ഈ ഒരു യുവതലമുറയിൽ വന്നിട്ട് അത്ര ഗംഭീരമെന്ന് ഒരിക്കലും ആരും പറയാത്തതാണ്. പക്ഷേ ഇന്ന് ഞാൻ കാണുന്നു ഈ കണ്ട പുതിയ തലമുറയിൽ ഏറ്റവും മികച്ച ഒരു നടനാണ്
വ്യക്തിയാണ് ഗോകുൽ എന്നുള്ളത്. അത് എല്ലാ മാനറിസങ്ങളിലും ബോഡി ലാംഗ്വേജിലും അത് വ്യക്തമാകുന്നു. 1-2 ഗഗനചാരി എന്ന ആ ഒരു സിനിമ കണ്ടതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ അനലൈസ് ചെയ്യാൻ കഴിയുന്നു. അവിടെ നിന്നിട്ട് വ്യത്യസ്തത പുലർത്തുന്ന രീതിയിൽ നല്ല ഫ്ലോയോടുള്ള ആക്ടിങ് നമുക്ക് കാണാൻ കഴിയുന്നു. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതാണ്, തീർച്ചയായും കമൻസിലൂടെ ഒന്ന് പറയാം. എന്താണെങ്കിലും ഇവിടെ മമ്മൂട്ടി വീണ്ടും ചൂടൻ ചർച്ചാ വിഷയമാകുന്നു. തമിഴും തെലുങ്കും കന്നഡയും കടന്ന് ഹിന്ദിയിലുമെല്ലാം മമ്മൂക്ക ഈ ഒരൊറ്റ സിനിമയിലൂടെ, ഈ ഒരു ചെറിയ ചിത്രത്തിലൂടെ, വലിയ ബാനറുകളിലോ അല്ലെങ്കിൽ വലിയ പാൻ ഇന്ത്യ ആയിട്ട് ഇറക്കിയതല്ല, ഒരു കുഞ്ഞൻ ചിത്രമായി മലയാളത്തിൽ മാത്രം ഓടുന്ന ഈ ഒരു ചിത്രം ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ചർച്ചാ വിഷയമാകണമെങ്കിൽ അതിന് ഒറ്റ ഫാക്ടേ ഉള്ളൂ. അതിൻ്റെ കാര്യം മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് മമ്മൂക്കയുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായും വരിക, കമൻസ് രേഖപ്പെടുത്തുക. ഗ്രേറ്റ് മീഡിയാസ്.